മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സെൻസിറ്റീവും എന്നാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ കൗമാരപ്രായക്കാരിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ മാതാപിതാക്കളായിരുന്നു. അവരോട് ഞാൻ ജോയിൻ്റ് എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ എന്താണ് ജോയിൻ്റ് എന്ന് ആ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് പല മാതാപിതാക്കൾക്കും ആശങ്കയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ കുട്ടികൾ, അത് നമ്മുടെ സ്വന്തം കുട്ടികളാകാം, അല്ലെങ്കിൽ നിങ്ങളൊരു അധ്യാപകനാകാം, അപ്പം നിങ്ങൾ കാണുന്ന കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ അവരൊരു അഡിക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സംശയം തോന്നുമ്പോൾ തന്നെ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇതിൻ്റെ ഉപയോഗം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അതിനെപ്പറ്റിയുള്ള അവയർനെസ്സും കാര്യങ്ങളും കുട്ടികളിലേക്ക് എത്തിച്ച് അവരിത് ഉപയോഗം തടയാൻ നമുക്ക് പറ്റണം. ഇനി തടയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ കണ്ണ് വെട്ടിച്ച് കുട്ടികളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തി ഒരു അഡിക്ഷനിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് കുട്ടികളെ ഈ വലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റണം. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ആരും ഞാൻ ഇന്ന ലഹരി ഉപയോഗിക്കുന്നു എന്ന് അവർ പരസ്പരം പറയാറില്ല. അവർ പലപ്പോഴും പല കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ലഹരികളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നതായിട്ടുള്ള ഒരു ടോപ്പിക്കല്ല. ഞാൻ എൻ്റെ പേഷ്യൻസിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും ലഹരിക്ക് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ഉപയോഗിക്കുന്ന പുതിയ എന്തെങ്കിലും കോഡുകൾ അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടേണ്ടതാണ്. അപ്പോൾ അതെനിക്കും ഒരു അറിവാകും, മറ്റ് രക്ഷിതാക്കൾക്കും അതൊരു അറിവാകും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് എടുത്തത്? നമ്മൾ കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, അധ്യാപകർ കണ്ടുപിടിക്കാതിരിക്കാൻ, പോലീസിൻ്റെ നിന്ന് എസ്കേപ്പ് ആകാനൊക്കെ അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള കോഡ് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് വാക്കുകൾ നമ്മൾക്ക് അറിയാമെങ്കിൽ നമുക്ക് നേരത്തെ ഇതിൻ്റെ ഉപയോഗം കുട്ടികളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കഞ്ചാവിൻ്റെ ചില പൊതുവെ ഉപയോഗിക്കുന്ന കോഡ് വാക്കുകളെ പറ്റി നിങ്ങളോട് പറയാം. അപ്പോൾ ഒരെണ്ണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ജോയിൻ്റ് എന്നുള്ളൊരു വാക്ക് കഞ്ചാവിന് ഉപയോഗിക്കുന്ന കോഡാണ്. മറ്റെന്തൊക്കെ കോഡുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. റോൾ എന്നൊരു കോഡുണ്ട്, ഗ്രീൻ എന്നൊരു കോഡുണ്ട്, ഗ്രാസ് എന്നൊരു കോഡുണ്ട്, ഓയിൽ എന്ന് പറയും, അതേപോലെ 420, 420, 420, മാർച്ച് 20 എന്നിങ്ങനെയുള്ള കോഡുകളുണ്ട്. അതേപോലെ തന്നെ പലപ്പോഴും മറ്റു പേരുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും. മരിജുവാന എന്നുള്ള പേരുണ്ട്, ഹാഷിഷ് എന്നുള്ള പേരുണ്ട്. ഇതൊക്കെ കഞ്ചാവിൻ്റെ, ഗഞ്ച എന്നുള്ള പേരൊക്കെ കഞ്ചാവിന് ഉപയോഗിക്കുന്ന പേരുകളാണ്. പിന്നെ സ്റ്റഫ് ഉണ്ടോ, ഐറ്റം ഉണ്ടോ എന്നുള്ളതൊക്കെ പൊതുവെ കഞ്ചാവിൻ്റെ കോഡുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. പഫ് എടുക്കാനുണ്ടോ എന്നുള്ളതൊക്കെ കഞ്ചാവിൻ്റെ കോഡുകളാണ്. ഇനി മറ്റൊരു ലഹരിയാണ് ക്രിസ്റ്റൽ മെഥാംഫെറ്റമിൻ എന്നറിയപ്പെടുന്ന ലഹരി. എന്താണ് ഈ മെഥാംഫെറ്റമിൻ്റെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കോഡുകൾ നോക്കാം. ക്രിസ്റ്റൽ എന്നുള്ളത് ഒരു കോഡാണ്, സ്പീഡ് എന്നുള്ളത് ഒരു കോഡാണ്, അതേപോലെ ഗ്ലാസ് എന്നുള്ളത് ഒരു കോഡാണ്, വൈറ്റ് എന്നുള്ളത് ഒരു കോഡാണ്, ഐസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കോഡുകളാണ് പൊതുവെ ക്രിസ്റ്റൽ മെത്തിന് ഉപയോഗിക്കുന്നത്. ഇനി MDMA നിങ്ങൾക്കറിയാം അല്ലേ? MDMAക്ക് എന്തൊക്കെ കോഡുകളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമോ? മോളി എന്നൊരു കോഡ് ഉപയോഗിക്കും, ടാബ്ലറ്റ് എന്ന കോഡ് ഉപയോഗിക്കും, അതേപോലെ തന്നെ പിള്ളേർ എക്സ്റ്റസി എന്ന കോഡ് MDMAക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ മന്തി എന്നുള്ള കോഡ് ഉപയോഗിക്കാറുണ്ട്. എന്നുള്ള എക്സ്റ്റസിയുടെ ആ ഒരു എടുത്തിട്ട് എന്നുള്ള കോഡുകളും കുട്ടികൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല കോഡുകളിലാണ് ഈ MDMA പുറമെ അറിയപ്പെടുന്നത്. പിന്നെ മറ്റൊരു ലഹരിയാണ് LSD. അത് പൊതുവെ അറിയപ്പെടുന്ന കോഡുകൾ സ്റ്റാമ്പ്, സ്റ്റിക്കർ, ആസിഡ്, പേപ്പർ എന്നിങ്ങനെയുള്ള കോഡ് വാക്കുകളാണ് LSD അറിയപ്പെടുന്നത്. അതേപോലെയുള്ള മറ്റൊരു ലഹരിയാണ് നിങ്ങൾക്ക് ഈ ഒപ്പിയോയിഡ് വിഭാഗത്തിൽപ്പെട്ട ലഹരികൾ. അപ്പോൾ അതിനെന്തൊക്കെ കോഡുകൾ? ഹെറോയിൻ, അതേപോലെ ബ്രൗൺ ഷുഗർ, ഇതൊക്കെ ഈ ഒപ്പിയോയിഡ് വിഭാഗത്തിൽപ്പെട്ട ലഹരിയുടെ കോഡുകളാണ്. വേറെ ഈ കൊക്കെയിൻ, വൈറ്റ് പൗഡർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. കൊക്കെയിന് മറ്റൊരു പേരാണ്, വൈറ്റ് പൗഡർ എന്നുള്ള രീതിയിൽ അറിയുന്നുണ്ട്. ഇത് മാത്രമല്ല ലഹരി, ഈ നമ്മൾ ഈ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾ,
ഇപ്പോൾ ഉദാഹരണത്തിന് ഉറക്ക ഗുളികൾ, ഡയസിപ്പാം, ആൽപ്രാക്സ്, നൈട്രസിപ്പാം എന്നിങ്ങനെയുള്ള ഗുളികൾ കുട്ടികൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് നൈട്രോസിൻ, അതിൻ്റെ ബ്രാൻഡ് നെയിമുകൾ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ്, ഹോസ്പിറ്റൽ ഡ്രഗ് എന്നിങ്ങനെ പേരിൽ അത് അറിയപ്പെടുന്നു. പിന്നെ ഇതിൻ്റെ കളർ വെച്ചിട്ട് ബ്ലൂ, യെല്ലോ, ടാബ്ലറ്റ് എന്നിങ്ങനെ പേരുകളിലും കുട്ടികൾ ഈ ഡ്രഗ്സ് കോഡുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള കീറ്റമിൻ എന്നുള്ള ഡ്രഗ്സൊക്കെ ഉണ്ട്. അതിന് കെ എന്ന പേര്, സ്പൈസ് എന്ന പേരും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ മറ്റേതെങ്കിലും നിങ്ങൾക്കറിയാം, ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ഈ വൈറ്റ്നർ, ഗ്ലൂ, പെട്രോളിയം പ്രോഡക്റ്റിൻ്റെയൊക്കെ സ്മെല്ല് അതിനോടൊരു അഡിക്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ ആ വൈറ്റ്നർ എന്നുള്ള അതിൻ്റെ പേരുകൾ തന്നെ ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ പേര് മാറ്റുന്നതിലൂടെ ഈ ഒരു പോലീസിൽ നിന്ന് രക്ഷപ്പെടലും മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടലും മാത്രമല്ല, ഇതിൻ്റെ ഒരു ഉപയോഗം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ സെല്ലേഴ്സ് ഇതൊരു ഡ്രഗ് അല്ല എന്നുള്ള രീതി, ഇതൊരു ഒരു കെമിക്കലാണ്. അപ്പോൾ കെമിക്കൽ എന്നുള്ള പേരിലൊക്കെ MDMA ഒക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ കെമിക്കലാണ്, അല്ലെങ്കിൽ ഇതൊരു മരുന്നാണ്, ഇത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഡ്രഗാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ഒറ്റ തവണ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന പേരിൽ ഇതിൻ്റെ ഒരു സിവിയറിറ്റി കുറച്ച് കാണിക്കാൻ, ഇതിൻ്റെ ഒരു കാഠിന്യം കുറച്ച് കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനത്തെ കോഡ് വാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഒത്തിരി കോഡ് വാക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കോഡുകൾ അറിയാമെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റിലിട്ടാൽ അത് എനിക്കും പ്രയോജനമാണ്. ഞാൻ ഇനിയും ഇതുപോലെ അവയർനെസ് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് മാതാപിതാക്കൾക്കും അതേപോലെ ടീച്ചേഴ്സിനൊക്കെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടും പറ്റും. ഇത് ഈ വീഡിയോ കാണുന്നവർക്ക് ഈ കമൻറ്റ് ബോക്സിലൂടെ ചെല്ലുമ്പോൾ ആ പുതിയ വാക്കുകൾ അവർക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ട് ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഓരോ ഡ്രഗിൻ്റെയും എന്തൊക്കെയാണ് അതിൻ്റെ പേരുകൾ, അതിൻ്റെ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്, ചികിത്സ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഓരോന്നിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കോഡുകളെ പറ്റി മാത്രം പറയുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.